ഞാനും താനും നമ്മുടെ മോളും നമ്മുടെ ഈ കൊച്ചു സന്തോഷം മതി നമുക്ക്, അല്ലടോ? എന്താടോ താനൊന്നും മിണ്ടാത്തെ? സച്ചിയുടെ കാര്യം ഓർത്തിട്ടാണോ? അയ്യോ, താൻ പേടിക്കണ്ട. അത് അയാളുടെ ഒരു മാനസികാവസ്ഥയിൽ സംഭവിച്ചു പോയതാ. ആലോചനയില്ലാത്തൊരു പ്രവൃത്തി മതി നിന്റെ ചുറ്റും നിൽക്കുന്ന ഒരു പിടി നല്ല മനുഷ്യരെ തകർത്തെറിയാൻ. നിന്റെ അനുവാദമില്ലാതെ നിന്റെ ഒരു വിരൽത്തുമ്പിൽ പോലും സ്പർശിക്കാത്തവനാ ഗോകുൽ. നിന്നെയും നിന്റെ കുഞ്ഞിനെയും സംരക്ഷിച്ച ആ നന്മ കണ്ടില്ല നടിക്കാൻ നിനക്ക് പറ്റുമോ? മോളെയും കൂട്ടി ഒരു നിമിഷം കൊണ്ട് നീ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോയാ ഈ കുടുംബത്തിന്റെ സന്തോഷം നീ കാരണം ഇല്ലാതായ. ഓർമ്മയില്ലാത്ത കാലം മുഴുവൻ നിനക്കും കുഞ്ഞിനും അഭയം തന്നതിന് അതാണോ നീ കൊടുക്കേണ്ട പ്രതിഫലം? ഞാൻ എന്ത് ചെയ്യേണ്ട ഈശ്വര? എന്തൊക്കെ സംഭവിച്ചാലും എന്റെ സച്ചിന്റെ അടുത്തേക്ക് മടങ്ങി പോവാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ആ മനസ്സ് വിങ്ങുന്നത് ഞാൻ അറിയുന്നുണ്ട്. ആ വേദന ഞാൻ കണ്ടതാ. കടന്നുപോയത് വർഷങ്ങളാ. കുറച്ച് സമയം കൂടി നീ സഹിച്ചേ പറ്റൂ. സച്ചേട്ടന്റെ സങ്കടം മാറ്റേണ്ടതും ഈ കുടുംബത്തിന്റെ സന്തോഷങ്ങൾ തകരാതെ നോക്കേണ്ടതും നീയാണ്. രണ്ടും നിന്റെ കടമയാണ്. മറ്റെല്ലാം മറന്ന് സച്ചേട്ടനോടൊപ്പം പോയാലും വീണ്ടും നിങ്ങൾ അവന്തികയെ ഭയന്ന് തന്നെ ജീവിക്കണ്ടേ? അവന്തികയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. അതിന് സമൃദ്ധിയായി ഈ വേഷം നീ കുറച്ചു നാളും കൂടി തുടർന്നേ പറ്റൂ. താലിമല വീണത് ദേവിയുടെ പാദങ്ങളില. ഇതിൽ കൂടുതൽ പുണ്യം വേറെന്ത് വേണം? ദീർഘമാംഗല്യം തന്നെയാ ദേവി അനുഗ്രഹിച്ച് തന്നിരിക്കുന്നത്. ഈ താലിച്ചരടിന്റെ ബന്ധം ജന്മങ്ങൾ നീളും. സമൃദ്ധ, സമൃദ്ധ, ഡോ താൻ ഓക്കെ അല്ലേ? എടോ, സമൃദ്ധ, ഡോ സമൃദ്ധ, സമൃദ്ധ, ഡോ. ആ, തനിക്ക് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ? താൻ ഓക്കെ അല്ലേ? വീടെത്തിയപ്പോ താൻ പഴയ സമൃദ്ധയായി. എടോ, കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നം പോലെ കണ്ടാ മതി. അങ്ങനെ തന്നെ എനിക്കും തോന്നുന്നേ. ഇനി നമ്മുടെ ലൈഫിലൊരു പ്രശ്നം ഉണ്ടാവില്ല. ദൈവം സഹായിച്ചില്ല, നന്നാവും. ഞാനും താനും നമ്മുടെ മോളും നമ്മുടെ ഈ കൊച്ചു സന്തോഷം മതി നമുക്ക്, അല്ലടോ? എന്താടോ താനൊന്നും മിണ്ടാത്തെ? സച്ചിയുടെ കാര്യം ഓർത്തിട്ടാണോ? അയ്യോ, താൻ പേടിക്കണ്ട. അത് അയാളുടെ ഒരു മാനസികാവസ്ഥയിൽ സംഭവിച്ചു പോയതാ. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഞാൻ നോക്കിക്കോളാം. എങ്കിൽ ശരി, താൻ കുറച്ച് റെസ്റ്റ് എടുക്ക്. ഞാനിപ്പോ വരാം.
അർച്ചന എടാ സച്ചി, നീ എന്തായി കാണിക്കുന്നേ? എനിക്ക് എന്റെ അർച്ചനയുടെ അടുത്തേക്ക് പോകണം. എന്തേ കാണിക്കുന്നത്? അവിടെ കിടക്ക. അവിടെ കിടക്കാനല്ലേ പറഞ്ഞത്? അങ്ങനെ എനിക്ക് ഇവിടെ കിടക്കാൻ പറ്റില്ല സിസ്റ്റർ. എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തോണ്ടാ. എനിക്ക് ഒന്നുമില്ല, ഞാൻ പോവാ. അങ്ങനെ പോവാൻ പറ്റത്തില്ല. ആ മരുന്നിന്റെ സെഡേഷൻ ഉണ്ട്. എവിടെയെങ്കിലും ചെന്ന് മയങ്ങി വീഴും. മര്യാദയ്ക്ക് അവിടെ കിടക്ക്. ദേ, അല്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റി വിളിക്കും. കിടക്കാനല്ലേ പറഞ്ഞത്? എനിക്ക് പോണം. എടാ സച്ചി, നീ അവിടെ കിടക്ക്. ഇല്ല, എന്റെ അർച്ചന. എടാ, എനിക്ക് അവളെ കണ്ടേ പറ്റൂ. ആരെ കാണാനായാലും ഇപ്പൊ ഇവിടുന്ന് പോകാൻ പറ്റില്ല. സച്ചി, നീ അവിടെ ഒന്ന് ഇരിക്ക് സച്ചി, ഇരിക്ക്. ഡോക്ടർ വന്ന് പോകാൻ പറയുന്നത് വരെ ഇവിടുന്ന് അനങ്ങി പോരുത്, മനസ്സിലായോ? നിനക്ക് എന്താടാ പറ്റിയത്? നിനക്ക് ഓർമ്മയുണ്ടോ മുമ്പൊരിക്കൽ ഗോകുൽ സാറിന്റെ കാറിൽ ഞാൻ അർച്ചനെ കണ്ടെന്ന കാര്യം പറഞ്ഞത്? അന്നും എല്ലാവരോടും എന്നെ കളിയാക്കി. പക്ഷെ അത് സത്യമായിരുന്നു. എടാ, അതെന്റെ അർച്ചന തന്നെയായിരുന്നു. അന്ന് നീ അത് അന്വേഷിച്ച് ആ വീട്ടിൽ പോയതല്ലേ? പക്ഷെ ഇന്ന് ഞാൻ അവളെ ശരിക്കും കണ്ടു. ഞാൻ പറഞ്ഞത് പകല് പോലെ സത്യ. ഇപ്പോഴും അവളുടെ കഴുത്തി കിടക്കുന്നത് ഞാൻ കെട്ടിയ അതേ താലിയും മാലയും തന്നെയാ. ഞാനവിടെ പോവും. അവളെ മോളെയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. മോളെ, നീ സച്ചി ഒന്ന് വിളിച്ചു നോക്കി. ഇന്നലെ പോയത് പിന്നെ അവൻ ഇതുവരെ വിളിച്ചിട്ടില്ല. സച്ചേട്ടൻ ഇന്ന് വരുമെന്നല്ലേ പറഞ്ഞിരുന്നേ? ഊണിന് അവൻ ഉണ്ടാവുമാവോ? നീ ഒന്ന് വിളിച്ചു നോക്കിയേ മോളെ. അതിനെന്തിനാ ഇപ്പൊ വിളിച്ച് ചോദിക്കുന്നേ? അമ്മ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? എടി, ആശ്രമത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേ എന്തോ ഒരു സസ്പെൻസ് ഉണ്ടെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് സസ്പെൻസ്? അതെന്താണെന്ന് അവൻ വന്നാലല്ലേ അറിയൂ. എടി, നീ അവനൊന്ന് വിളിച്ചേ. അമ്മ നല്ല ഒന്നാന്തരം മീൻകറി വെച്ചിട്ടുണ്ടെന്ന് അവനോട് പറ. അമ്മേ, ഗൂഗിൾ സാറിന്റെ ഭാര്യയുടെ കാര്യം എന്തായി? ഓർമ്മ തിരിച്ചു കിട്ടിയോ? ഞാനതൊന്നും അവനോട് ചോദിച്ചില്ല. ഒരു സർപ്രൈസ് ഉണ്ടെന്ന് അവൻ പറഞ്ഞു. എടി, നീ ഒന്ന് വിളിക്കടി. ഈ അമ്മ